നമസ്കാരം. ഞാൻ ഈ ബിസിനസ് കൺസൾട്ടിംഗ് മേഖലയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഈ 2024 തന്നെയായിരിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഈ ഫൗണ്ടേഴ്സിൻ്റെ ഡെമോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത് 20നും 25നും ഇടയിലുള്ള പ്രായക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് ഐഡിയാസുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, കോവിഡ് സമയം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, കോവിഡിൻ്റെ ആ ഒരു വർഷങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ ഒരുപക്ഷെ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വർഷവും 2024 തന്നെ ആയിരിക്കും. ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ബിസിനസ് ഐഡിയ വേണ്ടാന്ന് വെച്ച് മറ്റ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിലേക്ക് ജോലിയിലേക്ക് എൻ്റർ ചെയ്യുന്നതോ ആയിട്ടുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ആരംഭിച്ച് 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ 2024 തന്നെ ആയിരിക്കും. ഈ 2024 സംരംഭകർ പ്രധാനമായും ചെയ്തിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ, ചില തെറ്റുകൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൺവെൻഷണൽ ബിസിനസ്സുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള ന്യൂജൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. അതായത് നമ്മൾ സോ കോൾ സ്റ്റാർട്ടപ്പ്സ്, ശരിക്കും സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ പലരും കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്ന, ആ ഡെഫിനിഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിലല്ല അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ സോ കോൾഡ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആരംഭിക്കുന്നത് ഐഡിയാസുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ 20നും 25നും ഇടയിലുള്ള പ്രായക്കാർ തന്നെയായിരിക്കാം. പക്ഷേ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഞാൻ ഈ 2024 കേട്ടിട്ടുണ്ട്. അത് എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞവരുണ്ട്. അതല്ലാതെ പല ഈവൻസിലും ഞാൻ പങ്കെടുത്ത സമയത്ത് അത് അവിടെ ഷെയർ ചെയ്തിട്ടുള്ള ബിസിനസ് ആശയങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് പലരും പല ഈവൻസിനകത്തും ഷെയർ ചെയ്തിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ, ഇപ്പോൾ ലോഗോ ലോഞ്ചിനൊക്കെ അവർ ബിസിനസ് ആശയം അവരുടെ ഷെയർ ചെയ്യാറുണ്ട്. അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാകുന്നത്, പല ബിസിനസ്സുകൾക്കും ക്വാളിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. പല ബിസിനസ് ആശയങ്ങളും അത് മാർക്കറ്റിൽ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അത്രത്തോളം ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ധാരാളം ബിസിനസ് ആശയങ്ങളായിട്ടാണ് പലപ്പോഴും ഈ യുവാക്കൾ മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവർക്ക് ഒരുപക്ഷെ ബിസിനസ് ആരംഭിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇൻ കേസ് ആരംഭിച്ചു കഴിഞ്ഞാലും ഇമീഡിയറ്റ്ലി വിത്തിൻ 2 or 3 months അത് ക്ലോഷ്യർ സ്റ്റേജിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലൊരു ബിസിനസ് ആശയങ്ങൾ അവർ ചൂസ് ചെയ്യുന്നത്? പല കാരണങ്ങളും ഉണ്ടാവാം. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവരെ ഗൈഡ് ചെയ്യുന്ന മെൻറ്റേഴ്സിൻ്റെ ക്വാളിറ്റി കുറവ് ഇതിനകത്ത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നോക്കൂ, നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു എക്കണോമിക്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇൻഡസ്ട്രി വളരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളും അതിനനുസരിച്ചിട്ട് വളരും, അല്ലേ? ഇപ്പം ഒരു ആശുപത്രി ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകൾ, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് ആവാം, സർജിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാവാം, ചെറിയ റെസ്റ്റോറൻറ്റുകളാവാം, അതോടൊപ്പം ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാവാം. ഇത്തരത്തിൽ പല അലൈൻഡ് ബിസിനസ്സുകളും അതിനനുസരിച്ചിട്ട് വളരും. അതൊരു ബേസിക് ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിനോട് താല്പര്യമുള്ള ജനത കൂടുന്തോറും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് സപ്പോർട്ട് ആക്ടിവിറ്റീസും അതിനനുസരിച്ചിട്ട് കൂടും. അവിടെ ബിസിനസ് മെൻറ്റേഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ബിസിനസ് കൺസൾട്ടന്റ്മാരുടെ എണ്ണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിൻ്റെ എണ്ണം, AI ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, GST കൺസൾട്ടേഷൻ, ഇത്തരത്തിൽ ലീഗൽ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ട് ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അലൈൻഡ് ബിസിനസ്സുകളും അതിനനുസരിച്ചിട്ട് വളരും. ഇത്തരത്തിൽ വളരുമ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവാം, ക്വാളിറ്റി ഇല്ലാത്തതും ഉണ്ടാവാം. ഒരുപക്ഷെ ഈ യങ് ഓൺട്രപ്രണേഴ്സ് ഡ്യൂ ടു ദെയർ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അവരൊരുപക്ഷെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് മേ ബി പെർഫെക്റ്റ് ആയിരുന്നു വരത്തില്ല. കാരണം അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും അഡ്വൈസുകൾ അവരെടുക്കുന്നത്. സോ അത് ആയിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ബിസിനസ് ആശയങ്ങൾ നല്ലതല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്? ഇവരെ സമീപിക്കുന്ന ഒരുപക്ഷെ കൺസൾട്ടന്റ്മാരോ അല്ലെങ്കിൽ മെൻറ്റേഴ്സിനോ ആയിരിക്കാം. പക്ഷെ അത് അവർക്കത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ആ ബിസിനസ് ആശയം നല്ലതല്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്, പക്ഷേ ഈ ബിസിനസ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് കച്ചവടം കിട്ടത്തുള്ളൂ, ഇവരിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. അപ്പം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ കാണുകയുണ്ടായി. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു വാലിഡേഷൻ, ഐഡിയ വാലിഡേഷൻ നടക്കാത്തതുകൊണ്ടാണ്. പലരും ഇന്ന് ഐഡിയ വാലിഡേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിലൂടെ അല്ല. അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ അത് ആ രീതിയിലല്ല പലരും ഐഡിയ വാലിഡേഷൻ ചെയ്യുന്നത്. പലരും കുറച്ചുകൂടെ ഫിലോസഫിക്കലി ആണ് ബിസിനസ്സിനെ സമീപിക്കുന്നത്.
അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നത്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഐഡിയ വാലിഡേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് ഓൺട്രപ്രണേഴ്സിന് വരുന്നത്, പ്രത്യേകിച്ച് യുവ ഓൺട്രപ്രണേഴ്സ്, എസ്പെഷ്യലി കൺവെൻഷൻ അല്ലാതെയുള്ള അൺകൺവെൻഷണൽ ബിസിനസ്സുകളിൽ. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, സ്വാഭാവികമായിട്ട് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ നമ്മൾ വലിയ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എന്താണ് അവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു ബിസിനസ്സിനെയാണ്. പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ, അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാലാകാലങ്ങളായിട്ട് അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എവിടേക്കോ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ് ഒരുപക്ഷെ 2024 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവുക ആ ഒരു ടെർമിനോളജി. 2020-21 ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ് എന്നതിന് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പലരും പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും പേഴ്സണൽ ബ്രാൻഡിങ് അല്ല. അതിൻ്റെ ഡെഫിനിഷനെ തന്നെ പലപ്പോഴും പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് യുവ സംരംഭകർ അവരവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അവരുടെ പ്രായമാണ്. യങ് ഏജിൽ 20ാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ് ആരംഭിച്ചു, അതാണ് ഹൈലൈറ്റിംഗ് ഫാക്ടർ. പല പിച്ചിലൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഓൺട്രപ്രണേഴ്സ് ഏജ് ജസ്റ്റ് 20ാമത്തെ വയസ്സ്, 20 വയസ്സിൽ ഞാൻ ബിസിനസ് ആരംഭിക്കുന്നു. സ്റ്റാർട്ടിങ് എ ബിസിനസ് ഇനി യങ്ങർ ഏജ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണോ? ഒരിക്കലും ഒരു വലിയൊരു കാര്യമല്ല. പക്ഷേ റണ്ണിങ് എ ബിസിനസ് ഇൻ ദയർ യങ്ങർ ഏജ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഈ പ്രായത്തെ ഹൈലൈറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. അത് ഇന്ന് പലരും ചെയ്യുന്നൊരു കാര്യമാണ്. പലരുടെയും ബിസിനസ് എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് യങ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന പേരിലാണ്. എന്താണ് ബിസിനസ് ചോദിച്ചു കഴിഞ്ഞാൽ ദെയർ ആർ മൾട്ടിപ്പിൾ ബിസിനസ്. നോ, ദാറ്റ്സ് റോങ്. ഒരുപക്ഷെ അവർക്ക് സമൂഹത്തിന് കയ്യടി കിട്ടിയേക്കാം. ഒരു സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് പ്രായം 20 വയസ്സ് മാത്രമാണ്, 21 വയസ്സ് മാത്രമാണെന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഓഡിയൻസിൽ നിന്നൊരു കയ്യടി കിട്ടാം, അവനെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. പക്ഷേ ഈ കയ്യടിയിൽ മാത്രം നിങ്ങൾ ഒരിക്കലും വീണു പോകരുത്. അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിസിനസ്. ആ ബിസിനസ്സിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്, നോട്ട് യുവർ ഏജ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലരും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ഞാൻ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. ഡ്രോപ്പ് ഔട്ട് ആവുന്നത് എപ്പോഴാണ്? നമുക്ക് പഠിക്കാൻ കഴിവില്ലാത്ത സമയത്ത് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവും. അതിന് ആലങ്കാരികമായിട്ട് പലരും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ബട്ട് ഐ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്. എന്തുകൊണ്ട് ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അത് ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ? നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്? നെവർ. നിങ്ങൾക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ നിങ്ങൾ ഹൈലി സക്സസ്ഫുൾ ആയതിനു ശേഷം വേണമെങ്കിൽ പറയാം, ഞാൻ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു, ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ അതിന് മുൻപ് തന്നെ ഇത് നിങ്ങൾ പിച്ച് ഡെക്കിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ഇതിന് അധികം ആയുസ് ഉണ്ടാവില്ല. ഇത് ഒരുപക്ഷെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ ആൾക്കാരിൽ നിന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും, കാരണം ഇന്നെല്ലാവരും മോട്ടിവേഷൻ്റെ പുറത്താണ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിനപ്പുറത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അതിന് ഫോക്കസ് ചെയ്തിട്ടല്ല ഇന്ന് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം അവിടെ വെറുതെ ആൾക്കാരെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ്. ഏതൊരു സിനിമയിൽ അജു വർഗീസ് നിവിൻ പോളിയെ നീ സൂപ്പറാടാ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കത്തില്ല, അതുപോലെ അതിൽ വീണ് പോകരുത് നിങ്ങൾ. മറ്റൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 5 ബിസിനസ് ഞാൻ ചെയ്ത് 5 പരാജയപ്പെട്ടത് 6ാമത്തെ ബിസിനസ്സാണ്. നൗ ഐ എം സ്റ്റാൻഡിങ് ഇൻ ദിസ് സ്റ്റേജ്. 5 ബിസിനസ് പരാജയപ്പെട്ടു പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്, അത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. 6ാമത്തെ ബിസിനസ് ഒരുപക്ഷെ അതുപോലെ സംഭവിക്കാം. അപ്പം അത് നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് ഹൈലൈറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ ബിസിനസ് സക്സസ്ഫുൾ ആക്കിയതിന് ശേഷം മാത്രം ഇത് ഹൈലൈറ്റ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള കുറേ യൂസേജസ് അവരുടെ പ്രസൻറ്റേഷനിൽ വരുത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് ശരിയല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഓൺട്രപ്രണേഴ്സിനെ കുറിച്ചുള്ള ഇമോഷണൽ എലമെൻറ്റ്സ്, ഓൺട്രപ്രണേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള കുറേ ഇമോഷണൽ എലമെൻറ്റ്സ് അല്ല നിങ്ങൾ ഹൈലൈറ്റ് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഹൈലൈറ്റ് ചെയ്യാം. പക്ഷെ അതല്ലാതെയുള്ള ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവുകളെ നിങ്ങൾ മഹത്വവൽക്കരിച്ചിട്ട് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ നെവർ സേ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ നിൽക്കരുത്. അതൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. മൂന്നാമത്തെ മിസ്റ്റേക്ക്, 2024 ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള ബിസിനസ് ടെർമിനോളജീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്. രണ്ടാമത്തെ ഒരു ടേമിനുണ്ട്, ദാറ്റ് ഈസ് ഫണ്ട് റേസിങ്. അതായത് പലരും ഇന്ന് ഫണ്ടിങ്ങിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫണ്ട് ഡെഫിനറ്റ്ലി ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഫണ്ട് ആവശ്യമാണ്. പക്ഷേ ഈ ഫണ്ടിങ്ങിനകത്ത് ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം സ്കാംസ് ഫണ്ടിങ്ങിൻ്റെ പേരിൽ. കാരണം കേരളത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാശിൻ്റെ പേരിൽ തന്നെയാണ്.
അല്ലേ? കാശ് ഇത്രയും ഉണ്ടാക്കാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവസാനം അവൻ അതുകൊണ്ട് മുങ്ങുന്നു. അതിൻ്റെ മറ്റൊരു ഒരു ഒരു രീതിയിലേക്ക് ഇന്ന് ഫണ്ടിങ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ടിങ് എന്ന് പറയുന്ന മേഖല വരുന്നുണ്ട്. ബിസിനസ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു 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 ഏരിയ, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്, ബിസിനസ് ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് നല്ലൊരു ബിസിനസ് ആശയം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സിനേറിയോ ആണ്, ഒരു ബിസിനസ് ആശയം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ബിസിനസ് ആശയമാണോ അല്ലാത്തതാണെന്നുള്ളത് സെക്കൻഡറി. പക്ഷേ അത് ഞാൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബിസിനസ് ആശയം പ്രസൻറ്റ് ചെയ്യാൻ, എന്നിട്ട് പറയണേ എനിക്ക് ഏകദേശം ഈ ബിസിനസ് ആരംഭിക്കാനായിട്ട് ഒരു 1.5 കോടി രൂപേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ 1.5 കോടി രൂപ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലും കുറച്ച് കാശുണ്ട്. 1.5 കോടി രൂപ നിങ്ങൾ എനിക്ക് തരുന്നത് ഇക്വിറ്റിയാണ്, റൈറ്റ്? അതായത് നിങ്ങൾ എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ ബിസിനസ്സിനകത്ത് റൈറ്റ്സ് ഉണ്ട്, കാരണം ഇക്വിറ്റിയാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ഇക്വിറ്റിക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാലും എനിക്കത് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ബിസിനസ് പൊളിഞ്ഞാലും തകർന്നു പോയി കഴിഞ്ഞാലും എനിക്ക് പേ ചെയ്യാൻ, കാരണം നിങ്ങളിത് കടമല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യു ആർ വൺ ഓഫ് ദ ഓണേഴ്സ്. എൻ്റെ ബിസിനസ് തകർന്ന് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കവിടെ നഷ്ടപ്പെടാമൊന്നുമില്ല, കാരണം ഞാൻ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആകെ കൂടി ചെയ്തിട്ടുള്ളത് നിങ്ങളാണ്. നേരെ മറിച്ച് കടമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു പേ യു ബാക്ക്, അല്ലേ? അപ്പം ഇവിടെ ഒരു സ്കാം നടക്കുന്നില്ലേ? ഇതിനകത്ത് സ്കാമിന് നല്ലൊരു ഒരു ചോയ്സ് ഇല്ലേ? എന്നിട്ട് എൻ്റെ ഒരു കൺസൾട്ടൻറ്റ് എനിക്ക് പറയാണ്, ഞാൻ ഈ നിങ്ങൾക്ക് നല്ലൊരു ഫണ്ടറെ റെഡിയാക്കി തരാം, ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത്ര പെർസെൻറ്റേജ് എനിക്ക് തരണം. തീർന്നില്ലേ? എനിക്ക് ഫണ്ട് കിട്ടി, അതിൻ്റെ പെർസെൻറ്റേജ് ഞാൻ എൻ്റെ കൺസൾട്ടൻറ്റിന് മീൻസ് ഫണ്ട് തന്ന നിങ്ങൾ ആരായി? ബിസിനസ് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാംസ് നടക്കുന്നുണ്ട്. ഫണ്ടിങ്ങിന് വേണ്ടി മാത്രം ബിസിനസ് ആരംഭിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വരുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് ഒരു ബിസിനസ് ആശയം ഷെയർ ചെയ്തിട്ട് പറയണത്, സാർ എനിക്കിത് നടപ്പിലാക്കാനായിട്ട് 30 കോടി രൂപയുടെ ആവശ്യമുണ്ട്, 30 CR. താങ്കളുടെ കയ്യിൽ എത്രയുണ്ട്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. 30 കോടി രൂപ ഒരു ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ 30 CR എന്ന ചെറിയ എമൗണ്ട് ആണോ? 1 കോടി രൂപ എന്താ ചെറിയ എമൗണ്ട് ആണോ? 1 CR ടു സ്റ്റാർട്ട് എ ബിസിനസ് ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല ഒരു യങ് ആയിട്ടുള്ളൊരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം പൈസയുടെ വില അറിയുന്നില്ല. 30 CR അവന് റേസ് ചെയ്യണം. ഒരുപക്ഷെ അവൻ എവിടെന്നെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പിച്ച് ചെയ്ത് വാങ്ങിയെന്ന് വരാം. അവസാനം ഈ ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർന്നില്ലേ? അപ്പം ഒരിക്കലും ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനോടാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ ഇന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫൗണ്ടറിൻ്റെ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ച് അവൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുക. 4ാമത്തെ മിസ്റ്റേക്ക്, 2024 ഡെഫിനറ്റ്ലി AI ഒരു യുഗം തന്നെയായിരുന്നു. AI 2023 അവസാനത്തോടുകൂടി AI വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് പ്രാപ്തമായി. ഇന്ന് നമ്മളെല്ലാവരും AI യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ AI എനേബിൾഡ് ബിസിനസ് എന്ന് പറഞ്ഞ് പലരും ബിസിനസ് ഐഡിയാസ് 2024 ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ ജസ്റ്റ് ഒരു ഗ്ലാമറസിന് വേണ്ടി മാത്രം AI എനേബിൾഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പല ബിസിനസ് ആശയങ്ങളും വരുന്നുണ്ട്. അതായത് ഒരു ബിസിനസ്സിനകത്ത് AI ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യുക. ഇല്ലാതെ ആ ബിസിനസ് AI എനേബിൾഡ് ബിസിനസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിൽ ഒരു രീതിയിൽ ഉപകാരപ്പെടാത്തൊരു ഭാഗത്ത് AI ആഡ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുക. അതും ഇന്ന് കാണുന്നുണ്ട്. AI ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചറാണ്. പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഐഡിയക്കകത്ത് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു ബിസിനസ് ഐഡിയ ഞാൻ കേട്ടത്, ഞാൻ എവിടെ നിന്ന് കേട്ടൊന്നും പറഞ്ഞില്ല, ഞാനത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം അവരത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ ഒരു റിവ്യൂസ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ റിവ്യൂസിന് ആരാണ് മറുപടി കൊടുക്കേണ്ടത്? AI ആണോ കൊടുക്കേണ്ടത്? അപ്പോൾ അവരുടെ ബിസിനസ് ആശയം ഇതാണ്, നിങ്ങൾക്ക് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ AI അതിന് മറുപടി കൊടുത്തോളും. എന്തിനാണ് ഈ റിവ്യൂ എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. റിവ്യൂ വരുന്നത് എന്തിനാ? നമുക്ക് ഫൗണ്ടേഴ്സ്, ഓണ്ടർപ്രണേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ബിസിനസ് എങ്ങനെ പോകുന്നു, മറ്റുള്ളവർക്ക്, നാട്ടുകാർക്ക് എൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഹ്യൂമൻ തന്നെ ചെയ്യണം. അവിടെ ഒരു AI ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള കുറേ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ AI യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ, എഗെയിൻ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ്. ഇത് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അവർക്കതിനെക്കുറിച്ച് അറിയുന്നില്ല. ഒരുപാട് പൊല്യൂട്ടഡ് ആയി ഒരു മേഖല, ടു ബി ഫ്രാങ്ക്. 5ാമത്തെ ഒരു കാര്യം, ഇതൊരു മിസ്റ്റേക്കിനപ്പുറത്ത് ഓണ്ടർപ്രണേഴ്സ് വളർത്തേണ്ട ഒരു കാര്യമാണ്, ഒരു സ്കില്ലാണ്. അതായത് 2023 അല്ലെങ്കിൽ 2022 അതിനേക്കാളും കൂടുതൽ പ്രൊഫഷണലിസം നമ്മുടെ നാട്ടിലെ ഓണ്ടർപ്രണേഴ്സിന് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്.
പലരും പ്രൊഫഷണലിസം കാണിക്കുന്നത് ജസ്റ്റ് ആക്ടിംഗ് ആണ്. അത് അവരുടെ അകത്തുള്ള ഒരു ശീലത്തിൽ നിന്ന് വരുന്നതല്ല. ശീലത്തിൽ നിന്നൊരു കാര്യം നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഓടായിട്ട് മാറും അല്ലേ. ഞാൻ ചിരിക്കാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേണം വെച്ചിട്ട് ചിരിക്കുകയാണ്, അതൊരു ഫേക്ക് സ്മൈലായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രൊഫഷണലിസം ആണെന്നുണ്ടെങ്കിലും അതൊരു ഫേക്കായിട്ട് മാറും. അത്തരത്തിൽ അകത്ത് ഈ പ്രൊഫഷണലിസമോ മറ്റുള്ളവരുടെ റെസ്പെക്റ്റോ ഒന്നുമില്ല, ജസ്റ്റ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടി, അത് വളരെ ഓടാണ്. അത് ഇനി ഞാൻ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസൺലി ഞാൻ ഈ ഒരു സ്റ്റോറി ഞാൻ പല കാര്യങ്ങൾ മാറ്റിയായിരിക്കും പറയുന്നത്, കാരണം കേൾക്കുന്നവർക്കത് ഒരു ഹേർട്ട് ആവരുത്, അവരുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഞാൻ മെൻഷൻ ചെയ്യരുത്, അതുകൊണ്ടായിരുന്നു. ഒരു ഈവൻറ്റിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് ആൻ അവർ ടോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിഷയം ഞാൻ തന്നെ പറഞ്ഞതായിരുന്നു, ഈ ഫൗണ്ടേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാർ വരുത്തുന്ന ഐഡൻറ്റിഫൈ ചെയ്യാത്ത കുറേ മിസ്റ്റേക്സ്, ചെറിയ ചെറിയ മിസ്റ്റേക്സ്. അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആയിരുന്നു. കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്, അത്തരത്തിലുള്ള കുറച്ച് ലീഗൽ ആസ്പെക്ട്സ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. കാരണം അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായി. ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു സെഷന് പോയി എടുക്കാറില്ല. ഒരിക്കലും ഒരു സ്ഥലത്തെടുത്ത് ഞാൻ വീണ്ടും മറ്റൊരു സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യാറുമില്ല. ഞാൻ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാൻ PPT ഉണ്ടാക്കി, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഞാൻ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് അങ്ങോട്ടേക്ക് പോയി. എൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ ലീവ് എടുപ്പിച്ചിട്ട് ഞാൻ ആളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ദെൻ ഞാനന്ന് അവിടെ സ്റ്റേ ബാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം ഞാൻ എല്ലാം ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങിയിട്ടില്ല, വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാർക്കറ്റിംഗ് ആണ്, അപ്പം ഞാനത് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പ്രോഗ്രാം വൈകിട്ടായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് ഞാൻ അവിടെ എത്തി. വൈകിട്ട് എൻ്റെ സമയമായപ്പോഴും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, കാരണം കുറേ പ്രോഗ്രാംസ് ഡിലേ ആയിരുന്നു. ആൻഡ് 2-2.5 മണിക്കൂറിനടുത്ത് ഡിലേ ആയി. ആ സമയത്ത് അടുത്ത പ്രോഗ്രാം സാറിൻ്റെ ആണ്, സാർ റെഡിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഓക്കെ, റെഡിയാണ്, എനിക്ക് PPT കണക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ PPTs എല്ലാം അവിടെ കണക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത പ്രോഗ്രാം എൻ്റെയാണ്. പിന്നെയും അത് കഴിഞ്ഞിട്ട് മിനിറ്റ് 2 പ്രോഗ്രാം ഉണ്ട്, എന്നെ വിളിക്കുന്നില്ല. അവസാനം കുറേ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറയണത്, സാറിൻ്റെ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യാണ്, കാരണം നമുക്ക് സമയമില്ല, ഒരുപാട് ഡിലേ ആയി, ഒന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു ഞാനിതിനു വേണ്ടി വന്നതാണ്, പ്രിപ്പയർ ചെയ്തിട്ട് വന്നതാണ്. അടുത്തൊരു പ്രോഗ്രാം, ഒരു ഡിസ്കഷൻ ഒന്നും ഉണ്ട്, അതൊന്നും ഷെഡ്യൂളിൽ അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. സാർ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 15 മിനിറ്റിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓ സാർ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പോയി. പിന്നെ ആ വ്യക്തി വന്നിട്ടില്ല, പിന്നെ ആ പ്രോഗ്രാം നടന്നില്ല. ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ ആ ടീമിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ അർജൻസി ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അത് കൈയൊഴിഞ്ഞു. പിന്നെ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അതുവരെ, അതായത് ഇവർക്ക് വേണ്ടുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നവർ റെഗുലറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടി ബിഹേവ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരുന്നു. അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഈ ഇതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ദിവസം ജോലി മാറ്റി വെച്ച് ഇത്രയും പണം ചിലവാക്കിയിട്ട് അവിടെ പോയിട്ട് അവസാനം പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞു പോകുന്നത് ഓക്കെ, സ്വാഭാവികമാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു ക്ഷമാപണം നടത്തുന്നതിൽ, ഒരു അപ്പോളജൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു എറ്റിക്വേറ്റ് ആണല്ലേ. ഒന്ന് വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അതുപോലും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ടിംഗ് ആണ്. പ്രൊഫഷണലിസം അവരുടെ അകത്തുള്ളതല്ല, ദിസ് ഇസ് ആക്ടിങ്. അപ്പം ഇത്തരത്തിലുള്ള ജെന്യൂൻ അല്ലാതെയുള്ള ബിഹേവിങ്, ജെന്യൂൻ അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇത് സംരംഭകരുടെ ഇടയിൽ വരുന്നില്ലേ എന്നുള്ളൊരു സംശയം കൂടുന്നുണ്ട്. അപ്പം ഇത് പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഓൺട്രപ്രണേഴ്സ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കൊന്നും അനാക്ട് ചെയ്യാൻ കഴിയത്തില്ല മാർക്കറ്റിൽ, നിങ്ങളത് ശീലിക്കുക തന്നെ വേണം. നിങ്ങൾ റിച്ചിനെ പോലെ അല്ലെങ്കിൽ പണക്കാരനെ പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പണക്കാരനാവണം. നിങ്ങൾ വൃത്തിയുള്ളതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വസ്ത്രം മാത്രം ഇട്ട് നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കുളിക്കണം, നിങ്ങൾ വൃത്തിയോടുകൂടി നടക്കണം. അപ്പോൾ അകത്തും പുറത്തും എല്ലാവരുടെയും വൃത്തി വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ആക്ടിംഗ് ആയിട്ട് മാറും, ഓടായിട്ട് മാറും. എന്തെങ്കിലും ഒരിക്കലും ആ മാസ്ക് പുറമെ ചാടുക തന്നെ ചെയ്യും. അപ്പം ഇത് കുറച്ച് കൂടി വരുന്നുണ്ട് 2024. അപ്പം ഇത്തരം മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ഇനി 2025 ചെയ്യരുത്. ഇത് ഒന്നും മാറുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു 100 പേരെങ്കിൽ 100 പേരിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ജെന്യൂൻ ആയിട്ടുള്ള, ആത്മാർത്ഥതയുള്ള ബിസിനസ്സുകളാണ് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥതയുള്ള ബിസിനസ്സുകാരാണ് നമുക്ക് നമ്മുടെ നാട്ടിന് ആവശ്യം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊന്നും അധികം ഒരു ആയുസ് ഉണ്ടാവത്തില്ല. റൈറ്റ്? മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.